ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് ഋഷിശൃംഗ മഹർഷിയുടെ കഥയാണ് ലോമശ മഹർഷിയുടെ അടുത്ത് ചോദിക്കുന്നത്. വളരെ ഭംഗിയായി ലോമശ മഹർഷി ഋഷിശൃംഗ മഹർഷിയുടെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അമോഘ വീര്യനായി, പ്രജാപതിക്ക് തുല്യമായ തേജസ്സോടെ, തപസ്സാൽ ഭാവിതാത്മാവായി വിഭാണ്ഡക മഹർഷി എന്ന് പേരായൊരു മഹർഷി ഉണ്ടായിരുന്നു. കശ്യപ മഹർഷിയുടെ പുത്രനായിരുന്നു വിഭാണ്ഡക മഹർഷി. ആ വിഭാണ്ഡക മഹർഷിക്ക് ഒരു മാൻപേടയിലാണ് ഋഷിശൃംഗ മഹർഷി ജനിക്കുന്നത്. വിഭാണ്ഡക മഹർഷിക്ക് മാൻപേടയിൽ ഋഷിശൃംഗ മഹർഷി ജനിക്കാനുണ്ടായ കാരണം, ഒരു ദിവസം ദേവസമ്മതനും കശ്യപപുത്രനുമായ വിഭാണ്ഡക മഹർഷി ഒരു വലിയ തടാകത്തിൽ ചെന്ന് കുറേ നാൾ തപസ് ചെയ്തു. അങ്ങനെ കഠിനമായ തപസ്സിനിടയിൽ ഒരു ദിവസം അപ്സരസായ ഊർവശിയെ കണ്ടപ്പോൾ ഊർവശിയോട് കാമം തോന്നുകയും വിഭാണ്ഡക മഹർഷിക്ക് ശുക്ലം സ്രവിക്കുകയും ചെയ്തു. ശുക്ലം സ്രവിച്ചത് ജലത്തിലാണ്. ഈ സമയത്ത് ഒരു മാൻപേട ദാഹിച്ചു വന്ന് വെള്ളം കുടിക്കുന്നതിനിടയിൽ കൂടെ ആ ശുക്ലവും ആ മാൻപേടയുടെ ഉദരത്തിൽ പ്രവേശിച്ചു. ഉടനെ മാൻപേട ഗർഭിണിയാവുകയും ഋഷിശൃംഗ മഹർഷിയെ പ്രസവിക്കുകയും ചെയ്തു. മാൻപേട മുൻപ് ഒരു ദേവകന്യകയായിരുന്നു. ലോകകർത്താവായ ബ്രഹ്മാവ് ഇപ്രകാരം ആ മാൻപേടയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു: ഹേ ദേവകന്യേ, നീ മാൻപേടയായി ജീവിക്കുന്നതിനിടയിൽ ഒരു മുനിയെ പ്രസവിക്കും. അതിനുശേഷം നീ മുക്തയാവുകയും ചെയ്തു. ഭാവി ദൈവേച്ഛ മൂലം ആ മാൻപേടയിൽ ഒരു പുത്രൻ ജനിക്കുകയും ആ മാൻപേട ജീവമുക്തമാവുകയും ചെയ്തു. തപോനിത്യനായി ഋഷിശൃംഗ മഹർഷി പിന്നീട് ആ കാട്ടിൽ വിഭാണ്ഡക മഹർഷിയുടെ പുത്രനായി. വിഭാണ്ഡക മഹർഷി തന്നെയാണ് ഋഷിശൃംഗ മഹർഷിയെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛനെയല്ലാതെ ലോകത്തിൽ ഒരു മനുഷ്യജീവിയെയും ഋഷിശൃംഗ മഹർഷി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവന് എന്നും ബ്രഹ്മചര്യത്തിൽ മാത്രമായിരുന്നു നിഷ്ഠ. മറ്റൊരു വിധത്തിലുള്ള ചിന്തയും ഋഷിശൃംഗ മഹർഷിയുടെ ഉള്ളിൽ കടക്കുവാൻ ഇടയാകാതെ അങ്ങനെ വളർന്നു. അക്കാലത്ത് ലോമപാദൻ എന്നു പേരായ രാജാവ് അംഗരാജ്യം ഭരിച്ചിരുന്നു. ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്തായിരുന്നു ലോമപാദ രാജാവ്. ബ്രാഹ്മണരോട് കള്ളം പറയുക, ബ്രാഹ്മണരെ കള്ളം പറഞ്ഞു പറ്റിക്കുക, ഇതായിരുന്നു ലോമപാദ രാജാവിന് ഇഷ്ടം. അതിനാൽ തന്നെ ബ്രാഹ്മണരെല്ലാവരും അംഗരാജ്യം വിട്ടുപോയതോടുകൂടെ രാജ്യത്ത് മഴ പെയ്യാതെയായി. നാട്ടുകാർ ദുഃഖത്തിലായി. ലോമപാദ രാജാവ് ബ്രഹ്മർഷിമാരെ പോയി കണ്ട് എന്താണ് ഇതിനൊരു പ്രതിവിധി എന്നറിയിച്ചു. ബ്രഹ്മർഷിമാർ പറഞ്ഞു: നീ ബ്രാഹ്മണരെ കോപിപ്പിച്ചു, അതുമൂലമാണ് മഴ പെയ്യാത്തത്. അതിന് നീ പ്രായശ്ചിത്തം ചെയ്യണം. ഇതുവരെ ഒരു കളങ്കവും പെടാത്ത ഋഷിശൃംഗ മഹർഷിയെ വരുത്തുക. ഋഷിശൃംഗ മഹർഷി നാട്ടിൽ കാല് കുത്തിയാൽ മതി, അപ്പോൾ തന്നെ തീർച്ചയായും മഴ പെയ്യുന്നതായിരിക്കും. ലോമപാദ രാജാവ് ചിന്തിച്ചു, ഋഷിശൃംഗ മഹർഷിയെ വരുത്താൻ എന്താണൊരു ഉപായം? ലോമപാദ രാജാവ് തൻ്റെ നാട്ടിലുള്ള സ്ത്രീകളെ ഋഷിശൃംഗ മഹർഷിയുടെ അടുത്തേക്ക് അയക്കുകയാണ്. ആ സ്ത്രീകൾ വിഭാണ്ഡക മഹർഷി ഇല്ലാത്ത സമയം നോക്കി ഋഷിശൃംഗ മഹർഷിയുടെ അടുത്ത് എത്തുകയും ഋഷിശൃംഗ മഹർഷിയുടെ മനസ്സിളക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി സ്ത്രീകളെ കാണുകയാണെങ്കിലും കാമാവേശമുണ്ടായി ഋഷിശൃംഗ മഹർഷിക്കും. അതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛനായ വിഭാണ്ഡക മഹർഷിയോട് പറയാതെ ആ സ്ത്രീകളുടെ കൂടെ വരികയാണ് ഋഷിശൃംഗ മഹർഷി. ആ സ്ത്രീകൾ ഋഷിശൃംഗ മഹർഷിയെയും കൂട്ടി അംഗരാജ്യത്തെത്തിയതും ഋഷിശൃംഗ മഹർഷി കാലെടുത്ത് കുത്തിയതും രാജ്യത്ത് മഴ പെയ്യാൻ തുടങ്ങി. അതിൽ സന്തുഷ്ടനായ ലോമപാദ രാജാവ് തൻ്റെ മകളെ ഋഷിശൃംഗ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. എന്നാൽ ഇതിനോടൊന്നും ഋഷിശൃംഗ മഹർഷിയുടെ പിതാവായ ലോമശ മഹർഷിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ലോമപാദ രാജാവ് തനിക്കുള്ള സമ്പത്തെല്ലാം ഋഷിശൃംഗ മഹർഷിക്ക് നൽകുകയായിരുന്നു. ഇത് കണ്ട് തൻ്റെ മകനും ഭാര്യയും മിന്നൽ പിണർ പോലെ തിളങ്ങുന്നത് കണ്ട് ആ ഗ്രാമങ്ങളും ഘോഷങ്ങളും തൻ്റെ മകനും മകളും അംഗരാജ്യത്തെ രാജകുമാരിയും തൻ്റെ മകൻ്റേതായി കണ്ടപ്പോൾ വിഭാണ്ഡക മഹർഷിയുടെ കോപമെല്ലാം പോയി ശാന്തനായി തീർന്നു. രാജാവിൽ
വിഭാണ്ഡക മഹർഷിക്ക് അതിരറ്റ പ്രീതിയുണ്ടായി. തൻ്റെ പുത്രനെ അവിടെയാക്കി സൂര്യാഗ്നി സമപ്രഭാവനായ ആ വിഭാണ്ഡക മഹർഷി പറഞ്ഞു, എടോ ഋഷിശൃംഗ, നിനക്ക് ഒരു പുത്രനുണ്ടാകുന്നതുവരെ നീ ഇവിടെ പാർത്തുകൊള്ളുക. അതിനുശേഷം നീ വനത്തിലേക്ക് മടങ്ങി വരണം. രാജാവിൻ്റെ ഇഷ്ടമൊക്കെ സാധിച്ചു കൊടുക്കണം. അച്ഛൻ്റെ വാക്കനുസരിച്ച് ഋഷിശൃംഗ മഹർഷി ആ രാജകൊട്ടാരത്തിൽ താമസിച്ചു വന്നു. പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ലോമപാത രാജാവിൻ്റെ മകളായ ശാന്ത ഋഷിശൃംഗനെ സസ്നേഹം പരിചരിച്ചു. ലോമശ മഹർഷി പറഞ്ഞു, ഹേ യുധിഷ്ഠിര, ആ ഋഷിശൃംഗ മഹർഷിയുടെ പുണ്യാശ്രമമാണ് ഈ കാണുന്നത്. ഈ വലിയ തടാകത്തിന് പുണ്യകീർത്തിയുള്ള ഈ ശ്രമം ശോഭ വർദ്ധിപ്പിക്കുന്നു. ഈ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ഭവാൻ വിശുദ്ധനും കൃതാർത്ഥനുമായി മറ്റു തീർത്ഥങ്ങളിലേക്ക് പോവുക. ഹരേ കൃഷ്ണ.